ഞാനിന്ന് പുറത്ത് പോയ സമയത്ത് പാസ്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് അതാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ലിജുവിനെയാണ് കേട്ടോ. ലിജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് മക്രോണി. ഈ മക്രോണിയും പാസ്തയും സഹോദരങ്ങളാണെന്ന് തോന്നുന്നു. ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ അത് സ്മരിച്ചുകൊണ്ട് ഞാൻ പാസ്ത ഉണ്ടാക്കാൻ നിന്നു. ഇറ്റാലിയൻ പാസ്തയൊന്നും അല്ലാട്ടോ ഉണ്ടാക്കുന്നത്, സാധാരണ മസാല പാസ്തയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്ത ഉണ്ടാക്കാൻ അറിയുന്നുണ്ടായിരിക്കും, എന്നാലും ഇരിക്കട്ടെ, വെറുതെ കിടന്നോട്ടെ, ആവശ്യമുള്ളവർക്ക് ഉപകരിക്കാമല്ലോ. അപ്പോൾ ഞാൻ പാസ്ത എങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഓയിലും ഒഴിച്ച് വേവിച്ചെടുത്തു. പിന്നെ ഞാൻ ഒരു കടായി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടാം, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതും ഇട്ട് കൊടുത്ത് ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് വാടി വരുമ്പോൾ മസാലകൾ ചേർത്ത് കൊടുത്തു. ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ സോസ് ഒഴിച്ചു കൊടുത്തു. ടൊമാറ്റോ സോസും സോയാ സോസും, ഈ 2 സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ചിക്കി പൊരിച്ച് ഈ ഒരു പരുവത്തിലാക്കി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇളക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. ഇനി ഇത് ചൂടോടെ കഴിക്കണേ. അപ്പോൾ നിങ്ങളുടെ ഡിന്നർ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഇതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.